ഈ കഥ എൻ്റെ ഒരു ഫോളോവറിൻ്റെ അനുഭവമാണ്. ഈ കഥ അദ്ദേഹം എന്നോട് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു. അതിനുശേഷം ബൈക്കിൽ വരുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കാൻ വളരെ പേടിയാണെന്ന് പറഞ്ഞു. അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പേടിയുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ കഥ തന്നെ ഉണ്ടാവും. അതെ, ഇതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതൊരു ആത്മാവിൻ്റെ കഥയാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. ഈ കഥയും നടന്നത് നിലമ്പൂരിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. പകൽ സമയങ്ങളിൽ നിലമ്പൂരിന്റെ വശ്യത വളരെ മനോഹരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ ചിലർ കണ്ടു എന്ന് പറയുന്ന പലതരം അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തികച്ചും സാങ്കല്പികമായിട്ടെടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ എല്ലാം കെട്ടുകഥകൾ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു രാത്രിയായിരുന്നു എൻ്റെ ഈ സുഹൃത്തിന്. അദ്ദേഹം ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യുകയായിരുന്നു. നിലമ്പൂരിനപ്പുറമുള്ള ഒരു ടൗണിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഈ കഴിഞ്ഞ സമയത്ത് ഇവിടെ നടന്നിരുന്ന ഒരു തിരഞ്ഞെടുപ്പെല്ലാം നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിന്റിംഗ് പ്രസ്സിൽ ഒരുപാട് ജോലിഭാരം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പോസ്റ്റേഴ്സ് എല്ലാം പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നും രാത്രിയിൽ അദ്ദേഹം വളരെ വൈകിയായിരുന്നു വീട്ടിലേക്ക് എത്തിയിരുന്നത്. അദ്ദേഹത്തിന് അന്നും ഒരുപാട് നേരം ജോലിയിൽ ഏർപ്പെടേണ്ടി വന്നു. അന്നും അദ്ദേഹം ഒരുപാട് വൈകിയായിരുന്നു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം ഒരു വിധത്തിൽ അദ്ദേഹം ഒരുക്കി വെച്ച്, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ജോലികൾ ഇനിയും ബാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം 10 മണിക്ക് ശേഷവും അവിടെ ജോലി ചെയ്യുകയുണ്ടായി. അങ്ങനെ നേരം 12 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും ഒരു ഫോൺ വന്നത്. സ്വാഭാവികമായും കാണാത്തതിനെ തുടർന്ന് തൻ്റെ ഭാര്യയായിരുന്നു വിളിച്ചത്. നിങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ലേ, ഒരുപാട് സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ അവരെ വിളിച്ചത്. അങ്ങനെ സമയം നോക്കുമ്പോഴായിരുന്നു ഏകദേശം 1 മണിക്ക് അടുത്ത് ആയിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ പ്രിന്റിംഗ് മെഷീൻസ് എല്ലാം അദ്ദേഹം ഓഫ് ചെയ്ത് വീട്ടിലേക്ക് പോരാൻ ഒരുങ്ങി. തൻ്റെ ബാഗും തൻ്റെ ഹെൽമറ്റും കയ്യിലിരുന്ന മറ്റു വസ്തുക്കളെല്ലാം എടുത്ത് അദ്ദേഹത്തിൻ്റെ ബൈക്കിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്യാൻ ആരംഭിച്ചത്. പതുക്കെ ബൈക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ആ യാത്ര തുടരുകയുണ്ടായി. അങ്ങനെ പോകുന്നതിനിടയിലാണ് ചില ഗ്രാമപ്രദേശങ്ങൾ താണ്ടി വേണം അദ്ദേഹത്തിന് വീട്ടിലേക്കെത്താൻ. കാരണം അദ്ദേഹത്തിന് മെയിൻ റോഡിലൂടെ പോവുകയാണെങ്കിൽ അല്പം ദൂരം കൂടുതലാണ്. അതുകൊണ്ട് ഇത്രയും വൈകിയ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ഉൾവഴികളിലൂടെ കുറുക്കുവഴി ഉപയോഗിച്ച് അദ്ദേഹത്തിന് വീട്ടിലേക്കെത്താൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ചില കുറുക്കുവഴികളായിരുന്നു. ആ കുറുക്കുവഴികൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നൽകിയത്. അന്നത്തെ രാത്രി ആ കാട് വഴികളിലൂടെ പോകുന്ന സമയത്ത് ഒരു വീട് കഴിഞ്ഞാൽ മറ്റൊരു വീട് കാണണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കണമായിരുന്നു. ആ പ്രദേശങ്ങളിലെ പല വീടുകളും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഭൂസ്വത്തുക്കൾ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് ഏകദേശം 1/2 കിലോമീറ്ററുകളോളം ദൂരം കൂടുതൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീടെത്തുമ്പോഴേക്കും ഏകദേശം 1 കിലോമീറ്റർ ദൂരമെങ്കിലും പിന്നിടേണ്ടി വരുന്നു. അതുമാത്രമല്ല, ആ വഴികളിൽ അങ്ങനെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളോ വെളിച്ചമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രി സമയങ്ങളിൽ ആനയെല്ലാം ഇറങ്ങുന്ന ഒരു വഴി കൂടിയായിരുന്നു അത്. അതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ആ പ്രദേശത്ത് കടുവയെയും പുലിയെയും കണ്ടതായി പോലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഈ സുഹൃത്ത് അന്ന് ആ വഴിയിലൂടെ ജോലി വൈകിയത് കൊണ്ട് യാത്ര തുടർന്നത്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഈ വഴിയൊന്നും മൊബൈലിന് പോലും സിഗ്നൽ ഇല്ല എന്ന്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ചുറ്റും വളരെ നിശബ്ദത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു ദൂരം പോകുന്ന വഴിയിലാണ് അവൻ ഈ കാഴ്ച കാണുന്നത്. ഒരു ഒത്ത ഉയരവും ഒത്ത വണ്ണവുമുള്ള ഒരു മനുഷ്യൻ, അതും ഒരു പുരുഷൻ, തലയെല്ലാം താഴേക്ക് കുനിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം മുഴുവൻ ചെളി നിറഞ്ഞതായിരുന്നു. ഒരു വെള്ള ഒറ്റമുണ്ടും അതുപോലെ തന്നെ വെള്ള ഷർട്ടുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്.
അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം വളരെ ചുരുണ്ട് കുറച്ച് മുഖത്തേക്കെല്ലാം വീണ് കിടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം തല പൊക്കുന്നേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തല കുനിച്ച് തന്നെയായിരുന്നു ആ റോഡ് സൈഡിൽ നിന്നിരുന്നത്. അദ്ദേഹത്തെ താണ്ടി എൻ്റെ ഈ സുഹൃത്ത് ബൈക്കുമായി പോയെങ്കിലും എൻ്റെ ഈ സുഹൃത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, തിരിച്ച് പോയി നോക്കാം. കാരണം ഈ അർദ്ധരാത്രി ഇങ്ങനെയൊരു ആൾ ഇവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. അദ്ദേഹം ഇത്തരത്തിലുള്ള ആത്മാക്കളിലോ പ്രേതങ്ങളിലോ ഒന്നും വിശ്വാസമുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്ന ഒരാളുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു പോകണോ എന്ന സംശയം മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ച് വഴിയിൽ നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് മൂലം നടന്ന് ക്ഷീണിച്ച് നിൽക്കുന്നതൊക്കെ ആവാം എന്ന ഒരു ചിന്ത കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറകിലേക്ക് വണ്ടി ചലിപ്പിച്ചു. ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് നിർത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആദ്യമൊന്നും അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. തല താഴേക്ക് തന്നെ കുനിച്ച് അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കൈ പോലും അദ്ദേഹം അനക്കിയത് പോലുമില്ല. പെട്ടെന്ന് വീണ്ടും ഒരു തവണ കൂടി എൻ്റെ ഈ സുഹൃത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. ആ സമയത്ത് അയാൾ മറുപടിയായി പറഞ്ഞു, അടുത്ത പാലം വരെ എന്ന്. എന്നിട്ട് കയ്യിലുള്ള മറ്റൊരു ഹെൽമെറ്റ് അദ്ദേഹത്തിന് നേരെ നീട്ടി, പുറകിൽ കയറിക്കോളൂ, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ്. എന്നാൽ അദ്ദേഹം എല്ലാവരും ഇരിക്കുന്ന പോലെ ആയിരുന്നില്ല ബൈക്കിൽ ഇരുന്നിരുന്നത്. രണ്ടു കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം ഒരു സൈഡിലേക്ക് മാത്രമായിരുന്നു ഇരുന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിൽ മുഴുവൻ ചെളിയായിരുന്നു. അതുപോലെ അദ്ദേഹം ചെരുപ്പ് ധരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാലിലും അല്പം ചെളികളെല്ലാം പറ്റിയിരുന്നു. വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ വണ്ടിയിൽ ചെളി പറ്റിയിരുന്നു. പ്രത്യേകിച്ച് ഫുഡ് സ്റ്റെപ്പിലെല്ലാം അദ്ദേഹത്തിന്റെ കാലിലെ ചെളി പരണ്ടിരുന്നു. അല്പദൂരം കൂടെ യാത്രയുണ്ട് ആ പാലം വരെ. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഒന്നും മിണ്ടാതെ തന്നെ ആ യാത്ര തുടർന്നു. തികച്ചും നിശബ്ദമായ ഒരു രാത്രി. അതുമാത്രമല്ല, എന്തൊക്കെയോ ഒരു നെഗറ്റീവ് അനുഭവം ചുറ്റും നടക്കുന്ന പോലെ. പിന്നെ വല്ലാത്ത തരം ഒരു ഗന്ധവും. അതൊരു മനുഷ്യന്റെ ഗന്ധമല്ല, എന്തോ ഒരു ദുർഗന്ധം പോലെ. അതിൻ്റെ കൂടെ ഒരു ചന്ദനത്തിന്റെ മണം, ശവമഴുകിയ മണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വിചിത്രമായ ഒരു ഗന്ധം അവിടെ നിറഞ്ഞിരുന്നു. അപ്പോഴൊന്നും എൻ്റെ ഈ സുഹൃത്തിന് സംശയം തോന്നിയിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഈ ബൈക്കിൽ കയറിയത് മുതൽ ബൈക്കിന് വല്ലാത്ത തരം ഒരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. അതൊരു മനുഷ്യന്റെ ഭാരമായി അദ്ദേഹത്തിന് തോന്നിയില്ല. ആ സമയം മുതലായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നത്. ഞാൻ എന്തൊരു മണ്ടനാണ്, ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ ഈ അർദ്ധരാത്രി ഞാൻ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ വണ്ടിക്ക് പുറകിൽ കയറ്റിയത് എന്നൊക്കെ തൻ്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ കണ്ണാടി ബാക്കിലിരിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്ക് തിരിച്ചു വെച്ചത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ആ കണ്ണാടിയിലൂടെ കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞു തന്നെയായിരുന്നു. എന്നാലും മുടി കാറ്റിലൊന്നും ഇളകുന്നുണ്ടായിരുന്നില്ല. ആ മുഖത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഇരുട്ട് മാത്രം. അപ്പോഴും എൻ്റെ ഈ സുഹൃത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു, ഒരുപക്ഷെ കണ്ണാടിയിൽ ചെളി പറ്റിയതോ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ നേർത്ത പൂപ്പലോ ആകാമെന്നൊക്കെ അവൻ മനസ്സിൽ സ്വയം ആശ്വസിക്കുകയുണ്ടായി. പെട്ടെന്ന് അവന് എന്തോ ഒരു വിചിത്രമായ ഒരു അനുഭവമുള്ള പോലെ തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ബൈക്ക് അല്പം സ്ലോ ആക്കി. പിന്നീട് അങ്ങോട്ട് ബൈക്ക് പതുക്കെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അവൻ്റെ പുറകിൽ നിന്നും ഒരു ശബ്ദം, വേഗത കുറയ്ക്കരുത്, എനിക്ക് വേഗതയാണ് ഏറ്റവും ഇഷ്ടം. പുറകിലിരിക്കുന്ന ആ ഒരു മനുഷ്യൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. എന്നാൽ അതിൻ്റെ കൂടെ അവനിലേക്ക് ഒരു വല്ലാത്ത തരം തണുപ്പും പ്രവേശിച്ചിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തൻ്റെ കയ്യിലെ നിയന്ത്രണം വിട്ട വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി നിർത്തി. എന്നിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കൂടെ കയറിയ ആ മനുഷ്യൻ പുറകിലുണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നുമല്ല വിചിത്രമായ കാര്യം. താൻ കൊടുത്ത ഹെൽമെറ്റ് തൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഒരോരത്ത് തൂക്കിയിട്ടിരുന്നു. തൻ്റെ തോന്നലാണോ എന്നൊക്കെ കരുതി അവൻ ചുറ്റുപാടും നോക്കി. അപ്പോഴും അവനിത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവന് വിശ്വസിക്കേണ്ടതായി വന്നു. കാരണം അദ്ദേഹം കയറിയ മുതൽ ചെളി പറ്റിയിരുന്നു ആ വണ്ടിയിൽ. ആ ചെളി അപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാല് വയ്ക്കുന്ന ഫുഡ് സ്റ്റെപ്പിൽ അദ്ദേഹം കയറിയിരുന്ന സമയത്ത് ഒരു വല്ലാത്ത തരം ചേറിൻ്റെ ചളി ആ ഫുഡ് സ്റ്റെപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അവന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായി.
പിന്നീട് അങ്ങോട്ട് വണ്ടിയെടുക്കാൻ അവന് ധൈര്യം തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും വീട്ടിലെത്തേണ്ട ആവശ്യകത തൻ്റേതായതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ധൈര്യം സംഭരിച്ച് അവൻ അവിടെ നിന്നും വണ്ടിയെടുത്തു മുന്നോട്ട് പോയി. അന്നത്തെ രാത്രി വീട്ടിലെത്തിയതിനു ശേഷം അവന് വല്ലാത്ത തരം ഒരു പനി അനുഭവപ്പെട്ടു, ഒരു തരം ചൂട്. ഭാര്യ പലപ്പോഴായി ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക് പെട്ടെന്നിങ്ങനെ പനിക്കാൻ എന്നൊക്കെ. എന്നാൽ അവൻ ആദ്യമൊന്നും ഈ കാര്യം ആരോടും പറഞ്ഞില്ല. എന്നാൽ അടുത്ത ദിവസം വീണ്ടും അദ്ദേഹത്തിന് പനി കൂടിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം അവിടെയുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പോയി കാണിച്ചതിന് ശേഷം മരുന്നെല്ലാം കുടിച്ച് കുറച്ച് ഭേദമായതിനു ശേഷമാണ് അദ്ദേഹം തൻ്റെ ഭാര്യയോട് ഈ കാര്യം പറയുന്നത്. ആ സമയത്ത് തൻ്റെ ഭാര്യ ഇതൊക്കെ കേട്ട് വളരെ വിചിത്രമായി അദ്ദേഹത്തെ നോക്കിയിരുന്നു. അങ്ങനെ അസുഖമെല്ലാം മാറി വീണ്ടും ബ്രസീലിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പോകുന്നതിനിടയിലാണ് ആ ഗ്രാമപ്രദേശത്തിലൂടെ തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അതിലൂടെ പോയത്. അതിലൂടെ പോകുന്ന സമയത്ത് ആ വ്യക്തി അവൻ്റെ ബൈക്കിൽ കയറിയ സ്ഥലത്ത് ഒരു ചെറിയ ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കടയിലെ ഒരാളോട് ഒരു കുശലാന്വേഷണത്തിനിടയിൽ അദ്ദേഹം ഈ ഒരു കഥ പറയുകയുണ്ടായി. ആ സമയത്ത് ആ ചായക്കടയിലെ വ്യക്തി ഇദ്ദേഹത്തെ നിസ്സഹായതയോടെ നോക്കി, ഒരു ഭയത്തോടെയുള്ള ഒരു നോട്ടത്തോടെ നോക്കി. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും അവനെ കണ്ടോ? അദ്ദേഹത്തിന്റെ ഈ ചോദ്യം കേട്ട എൻ്റെ ഈ സുഹൃത്ത് പരിഭ്രമിച്ചു നിന്നു. കാരണം അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ കഥ വ്യക്തമാക്കി തരുവാനും ആ കടക്കാരനോട് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പറയുന്നതിനിടയിലാണ് അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമിത വേഗതയിൽ വന്ന ഒരു ആൺകുട്ടി അവിടെ ആക്സിഡന്റായി മരിച്ചിരുന്നു പോലും. ആ കുട്ടിയുടെ ആക്സിഡന്റിന് ശേഷം എന്നും അർദ്ധരാത്രിയിൽ തനിച്ചു വരുന്ന വാഹനങ്ങൾക്ക് നേരെ ആ കുട്ടിയുടെ ആത്മാവ് വന്ന് കൈ കാണിച്ചതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം ഇവിടെ ചായക്കട നടത്തിയിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി 10 മണിക്ക് ശേഷം എനിക്ക് ഈ കടയിൽ നിൽക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ കട വേഗം അടച്ച് ഞാൻ വീട്ടിലേക്ക് പോവാറാണ് പതിവ് എന്നൊക്കെ അദ്ദേഹം എൻ്റെ ഈ സുഹൃത്തിനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഈ സുഹൃത്ത് ഈ കഥകളെല്ലാം കേട്ട് വളരെ പേടിച്ച് പരിഭ്രാന്തനായിട്ടായിരുന്നു അവിടെ നിന്നും തൻ്റെ ബ്രസീലിലേക്ക് മടങ്ങിയത്. പിന്നീട് ഒരിക്കലും അദ്ദേഹം രാത്രി എത്ര സമയം വൈകിയാലും ആ ഒരു കുറുക്കു വഴി ആ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന കാര്യം പോലും ചിന്തിച്ചിരുന്നില്ല. പിന്നീട് എപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് തൻ്റെ കണ്ണാടിയിലൂടെ നോക്കുന്നത് വളരെ ഭയമായിരുന്നു. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു ഭയം തന്നെ വിട്ടു പോയതെന്ന് കൂടി എൻ്റെ ഈ സുഹൃത്ത്, അതായത് എൻ്റെ ഈ ഫോളോവർ എന്നോട് പറയുകയുണ്ടായി. ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഒരു സമുദായത്തെയോ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഇതെൻ്റെ ഒരു ഫോളോവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു കഥയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് ഇവിടെ അവതരിപ്പിച്ചത്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ